ആൻമരിയ സണ്ണിയിലേക്കാണ് ഇനി പോകുന്നത്. സിസ്റ്റർ പ്രീതി മേരിയുടെ വസതിയിൽ നിന്നാണ് ആൻമരിയ സണ്ണി തത്സമയം ചേരുന്നത്. ആൻമരിയ സണ്ണി, എന്താണ് ഇപ്പോൾ ആ കുടുംബത്തിന് പറയാനുള്ളത്? അല്പസമയത്തിനകം വിധി പ്രസ്താവം വരികയാണല്ലോ. അനുജ, നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബമുള്ളത്. അത് നേരത്തെ മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ മുതൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ ആദ്യ പ്രതികരണം നമ്മൾ ഇവരോട് ചോദിക്കുമ്പോൾ മുതൽ തന്നെ അവർ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അന്യായമായിട്ടുള്ള ഒരു അറസ്റ്റ്, ഒരു 30 വർഷം സിസ്റ്റർ പ്രീതി മേരിയെ സംബന്ധിച്ചിടത്തോളം 30 വർഷത്തിലധികമായിട്ട് ഈ മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സിസ്റ്റർ പുറത്താണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് സിസ്റ്റർ പ്രീതി മേരി എന്ന് പറയുന്നത്. അവധി കാലഘട്ടങ്ങളിലൊക്കെ ഈ നാട്ടിലെത്തി കഴിയുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ അരികിലെല്ലാം ചെന്ന് അവരുടെ ഈ നമ്മുടെ എല്ലാം ആണെങ്കിൽ പോലും ഉടുപ്പുകളെല്ലാം ശേഖരിച്ച് അത് ഈ പുറത്തെത്തിച്ച് അവിടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അത് നൽകുന്ന രീതിയിലുള്ള അങ്ങനെ ആ ഒരു രീതിയിൽ വലിയ തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സിസ്റ്റർ പ്രീതി മേരി എന്ന് പറയുന്നത്. ഈ സഹോദരൻ ആദ്യഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ, ബൈജു നമ്മളോട് സംസാരിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ബൈജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സിസ്റ്റർ ഉള്ളത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക എന്ന രീതിയിലായിരുന്നു സിസ്റ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് അത് ഇനായിരുന്നു എന്ന് പോലും കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് പോലീസ് FIR ഇടുന്നു. ഈ രീതിയിലെല്ലാം ഒരു വലിയ തരത്തിലുള്ള നീതികേട് നടത്തുന്നു. സഭ തന്നെയാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് പോയതെന്ന് നമ്മൾ കണ്ടതാണ്. സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലാണെങ്കിൽ പോലും ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് നിരവധിയായിട്ടുള്ള ആളുകളാണ്. അത് വിവിധ തലത്തിലുള്ള അധികാരികളുള്ള ആളുകൾ അല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ള ആളുകളെല്ലാം സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ സഹോദരന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവർ 7 സഹോദരന്മാരാണ്, ഇവർ 7 മക്കളാണുള്ളത്. അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. സിസ്റ്റർ പ്രീതി മേരിയെ കൂടാതെ മറ്റൊരു സിസ്റ്റർ കൂടിയുണ്ട്, അവർ ഗോവയിലാണ് ഉള്ളത്. ഈ രീതിയിൽ വലിയ തരത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് ഈ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ഇന്ന് നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബമുള്ളത്. അതിനുശേഷം ജാമ്യാവസ്ഥയായി എന്ത് വിധി വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് കുടുംബം ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബവും ഇപ്പോൾ ഉള്ളത്. അനുജ.